നമസ്കാരം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിനെതിരെ രൂക്ഷ വിമർശനവുമായി US രംഗത്ത് വന്നു. ഇന്ത്യക്കാരെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി തേക്കാമെന്ന് കരുതിയ ട്രംപിനും കൂട്ടാളികൾക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് ഇന്ത്യ കുതിക്കുമ്പോൾ ആ വിദ്വേഷം തീർക്കാൻ ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. കരാർ നടപ്പിലാക്കുന്നതിലൂടെ റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് പരോക്ഷമായി സാമ്പത്തിക സഹായം നൽകുകയാണെന്ന് അമേരിക്ക വിമർശിച്ചു. ഇന്ത്യയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ യൂറോപ്പ് യുദ്ധത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും US സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആരോപിച്ചു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ പ്രവർത്തിച്ചയാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യന്മാരെക്കാൾ വലിയ ത്യാഗങ്ങൾ ഇക്കാര്യത്തിൽ അമേരിക്ക സഹിച്ചിട്ടുണ്ടെന്നും സ്കോട്ട് ബെസന്റ് അവകാശപ്പെട്ടു. പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സ്കോട്ട് ബെസന്റിന്റെ പ്രതികരണം. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് US രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഒപ്പുവെക്കുകയാണെന്നും ബെസന്റ് പ്രതികരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണികൾക്കിടയിലാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി സഹകരിക്കാൻ ഒരുങ്ങുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കരാറുകളിൽ ഒന്നായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യക്ക് സ്വപ്ന നേട്ടമാണ് കൊണ്ടുതരാൻ പോകുന്നത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ പ്രഖ്യാപനം കൂടി വന്നതോടെ വിറളി പിടിച്ചു കഴിഞ്ഞു ട്രംപിന്. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഇരു രാജ്യങ്ങളും ഔപചാരികമായി കരാറിൽ ഒപ്പിട്ടത്. നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ 6 മാസത്തെ സമയമാണ് കണക്കാക്കുന്നത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിനെ കുറിച്ചുള്ള US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ രൂക്ഷ വിമർശനം ആധികാരികമായി നോക്കിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ഉയർച്ചയ്ക്കും മുന്നിൽ ഉണ്ടായ നാണക്കേടാണ് അമേരിക്കയുടെ ജൽപ്പനത്തിന് പിന്നിൽ എന്ന് വേണം കണക്കാക്കാൻ. അമേരിക്ക, പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇന്ത്യയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ട്രംപ് നയിച്ച അമേരിക്കൻ നയങ്ങൾ യൂറോപ്പിനെയും ഒരു തരത്തിൽ റഷ്യ-യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയെയും കുറ്റവാളിയാക്കാനുള്ള ശ്രമമായി മാറി. എന്നാൽ ഇന്ത്യയുടെ സമഗ്ര തന്ത്രവും വിശാലമായ ദർശനവും സുതാര്യമായ വിജയമായാണ് മാറിയതെന്നതാണ് വാസ്തവം. യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യയുടെ പുതിയ വ്യാപാര കരാർ ഇന്ത്യയുടെ ആന്തരിക വിപണിയുടെ വളർച്ചയ്ക്കും വൈവിധ്യമാർന്ന സാമ്പത്തിക ബന്ധങ്ങൾക്കും വഴിയൊരുക്കും. ഇത് ലോകത്തിൽ ഏകപക്ഷീയമായ അധികാരത്തിനും നിയന്ത്രണത്തിനും പ്രാധാന്യം നൽകുന്ന അമേരിക്കയുടെ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഒരു ഉദാഹരണമാണ്. സ്കോട്ട് ബെസന്റിന്റെ ആരോപണങ്ങൾ ഇന്ത്യ റഷ്യയുടെ എണ്ണ സംഭരിച്ച് യൂറോപ്പ് യുദ്ധത്തിന് സഹായിക്കുന്നുണ്ട് എന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ധാർമ്മിക നിലപാടിനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമാണ്. ഇന്ത്യ റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയല്ല. എന്നാൽ ഒരു അന്താരാഷ്ട്ര വ്യാപാര കാഴ്ചപ്പാടിൽ സ്വതന്ത്ര നിലപാടെടുക്കുന്നത് ധീരമായ തീരുമാനം തന്നെയാണ്. ഇക്കാര്യത്തിൽ തർക്കവുമില്ല. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ നടത്തിയ നീക്കങ്ങൾ പലതും പരാജയപ്പെട്ടുവെന്ന് ചരിത്രം തന്നെ സാക്ഷി പറയുന്നു. ഇന്ത്യയുടെ ശക്തമായ ആഭ്യന്തര സാമ്പത്തിക വളർച്ചയും വ്യാപാര നയങ്ങളിലെ സ്വാതന്ത്ര്യവും ട്രംപിന്റെ ഏകപക്ഷീയ ആധികാരിക സമീപനങ്ങളെ തകർത്തെറിഞ്ഞതാണ്. ഇന്ത്യ ഫിൽട്ടർ ചെയ്ത റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് യഥാർത്ഥ ഭീഷണി ഉയരുന്നില്ല. ഇന്ത്യയുടെ നിലപാട് പ്രാഥമികമായി തുല്യ വ്യാപാരവും അന്താരാഷ്ട്ര നിയമാനുസരണവും ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ളതാണ്. അമേരിക്കയുടെ ഒരു ഭാഗത്ത് നിന്ന് ഇന്ത്യക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ അവയുടെ ലോക ഭൂരിപക്ഷ തന്ത്രങ്ങളുടെ പരാജയത്തിന്റെ സൂചകമാണ്. ഇന്ത്യയുടെ വിജയകഥയിൽ ഒരു പ്രധാന ഘടകം മോദിയുടെ ഉറച്ച നിലപാടുകളും വിട്ടുവീഴ്ചയില്ലാത്ത നയതന്ത്രവും തന്നെയാണ്. ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക മുന്നേറ്റം, സമഗ്രമായ അന്താരാഷ്ട്ര ബന്ധങ്ങളും വ്യാപാര കരാറുകളും ട്രംപിന്റെ അമേരിക്കയുടെ നിയന്ത്രണപരമായ സമീപനങ്ങളെ നിശബ്ദമായി തഴഞ്ഞുകൊണ്ടുമാണ്. യൂറോപ്പിനും അമേരിക്കയിലെയും ചില ശക്തികൾക്ക് ഇന്ത്യയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യയുടെ വ്യക്തിഗത നിർണായക തന്ത്രങ്ങൾ വൻ വിജയത്തിലേക്ക് വഴിയൊരുക്കി എന്നതാണ് വാസ്തവം. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കാം, പക്ഷേ ഇന്ത്യയുടെ അന്താരാഷ്ട്ര സ്വാതന്ത്ര്യവും സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും നിയന്ത്രിക്കാനുള്ള അധികാരമില്ല ട്രംപിന്. ഈ അവസരത്തിൽ ഇന്ത്യ തെളിയിച്ചത് ഒരു ശക്തിയും സ്വാതന്ത്ര്യവുമുള്ള രാഷ്ട്രം എങ്ങനെ തന്റെ ഭൗതികവും സാമ്പത്തികവും രാഷ്ട്രീയ തന്ത്രങ്ങളും പ്രയോജനപ്പെടുത്തി ലോക ഭൂരിപക്ഷത്തിൽ ഇടം നേടാം എന്നുള്ളതാണ്. ഈ നിലപാട് ഏതൊരു വിദേശ ശക്തിക്കും ഇന്ത്യയെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന സന്ദേശം നൽകും. ഇന്ത്യയുടെ സമീപനത്തിൽ മറ്റൊരു സുപ്രധാന ഘടകം സമഗ്രമായ തന്ത്രപരമായ നയവും സുസ്ഥിരതയുമാണ്. സംക്ഷിപ്തമായി പറഞ്ഞാൽ ട്രംപ് ഇന്ത്യയെ സമ്മർദ്ദത്തിൽപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. ഇന്ത്യയുടെ നിലപാട് വ്യവസായ, സാമ്പത്തിക, അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ തലങ്ങളിൽ ശക്തമായ ഒരു വിജയം നേടി. US-ന്റെ ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്ന ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിജയത്തെ മറയ്ക്കാനുള്ള അല്ലെങ്കിൽ ലോകത്തിനു മുന്നിൽ ചെറുതാക്കി കാണിക്കാനുള്ള പൊള്ളയായ വാദങ്ങളാണ്. ഇന്ത്യയുടെ സ്വതന്ത്രവും ശക്തവുമായ നിലപാട് ട്രംപിന്റെ ഏകപക്ഷീയ ആധിപത്യ ശ്രമങ്ങളെ മറികടന്ന ഒരു ഉദാഹരണമാണ്. ഇന്ത്യ തന്റെ തന്ത്രപരമായ സ്വാതന്ത്ര്യവും സാമ്പത്തിക ശക്തിയും കൊണ്ട് ലോകവേദിയിൽ ഒരു സർവ്വശക്തിയായ സ്ഥാനം നേടിയിരുന്നു. ട്രംപിനെ പോലെയുള്ള ശക്തികൾ അതിന്റെ ചുരുക്കും മുറുമുറുപ്പും തുടരുമ്പോഴും കുരയ്ക്കുന്ന നായകൾ കടിക്കില്ല എന്ന് ട്രംപിന്റെ മുഖത്തു നോക്കി പുച്ഛത്തോടെ പറയാൻ ഇന്ന് മോദിയുടെ ഇന്ത്യക്ക് കഴിയും.